നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജി സുധാകരൻ അദ്ദേഹമാണ് ഇപ്പോൾ CPM-ന് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രഖ്യാപിച്ചു താൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ഇത്രയും പ്രബലനായ ഒരു നേതാവ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് നേരിട്ട ഒരുപാട് വിഷമങ്ങൾ എണ്ണി പറയുന്നു. ശേഷം സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇത് CPM-ന് ഏറ്റ വലിയൊരു തിരിച്ചടിയല്ലേ ജി സുധാകരൻ ഇത്തരത്തിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാനോ തീരുമാനം, അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ? അപ്പോൾ എന്താണ് അങ്ങയുടെ ഒരു പ്രതികരണം? തിരിച്ചടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരാഗ്രഹിച്ചിരുന്നു ജി സുധാകരൻ ഇതിൽ നിന്ന് പോകണമെന്ന്. VS അച്യുതാനന്ദൻ പാർട്ടിയിൽ നിന്ന് പോകണമെന്ന് എങ്ങനെ പിണറായിയും കമ്പനിയും ആഗ്രഹിച്ചിരുന്നു, അതുപോലെ തന്നെ CPM CPM-ന്റെ പിണറായി വിഭാഗക്കാരായിട്ടുള്ള നേതാക്കൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. പിണറായിയുടെ വിഭാഗക്കാരെന്ന് ഞാൻ പറയുന്നില്ല, പിണറായിയുടെ പിണയാളുകളായിട്ടുള്ള ആൾക്കാർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ജി സുധാകരൻ പുറത്തു പോകണമെന്നുള്ളത്, അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം തന്നെ കല്ലിട്ട് അദ്ദേഹം തന്നെ നടപ്പാക്കിയ പെരുമ്പളം പാലം, ജനങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ച മന്ത്രി, അതിലേറെ ഏറ്റവും പ്രയാസപ്പെട്ട് പ്രവർത്തിച്ച, ആത്മാർത്ഥമായിട്ട് അഴിമതിയില്ലാതെ പ്രവർത്തിച്ച മന്ത്രി അന്നത്തെ മന്ത്രി ജി സുധാകരനാണ്. പൊതുമരാമത്ത് വകുപ്പിനെ ശുദ്ധമാക്കിയ, അകളങ്കിതനായിട്ടുള്ള മന്ത്രി, അകളങ്കിതനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ്, ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു പഴയ പുണ്യാളൻ. അദ്ദേഹത്തെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് VS അച്യുതാനന്ദനെതിരെ യുദ്ധമുഖം തുറന്ന അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനോ, ഈ പ്രായാധിക്യത്തിലും അദ്ദേഹത്തെ ഒന്ന് പുന്നപ്രയുടെ മണ്ണിൽ, പുന്നപ്ര വയലാർ എന്ന് പറയുന്ന ചരിത്ര പ്രാധാന്യമുള്ള മണ്ണിൽ, CPM-ന്റെ ചെങ്കോട്ടയായിട്ട് കേരളം തീരാൻ കാരണമായ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലൊന്ന് പോയി കാണാൻ പോലും തയ്യാറാകാതെ 40 കാറുകളുടെ അകമ്പടിയോടുകൂടി ദേ വന്നു ദേ പോയി എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് നമ്മളെ ഭരിക്കുന്നത്. എന്ന് മാത്രമല്ല, അതിനടുത്തുള്ള വലിയഴീക്കൽ പാലം, അതേ ജില്ലയിൽ തന്നെ പെട്ട വലിയഴീക്കൽ പാലം, ആ പാലത്തിൻ്റെ ഉദ്ഘാടനത്തിനും അദ്ദേഹത്തിന് പോയെന്ന് കാണാനുള്ള സൗമനസ്യം കാണിച്ചില്ല. ആദ്യം സുധാകരൻ്റെ പേര് തന്നെ നോട്ടീസിൽ വെച്ചിരുന്നില്ല. പിന്നെ ഇദ്ദേഹമാണല്ലോ ഇത് നിർമ്മിച്ചതെന്ന് ആരോ പറഞ്ഞു കൊടുത്തു, പഴയ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു കൊടുത്തപ്പോൾ മാത്രമാണ് പേര് വെച്ചത്. അങ്ങനെയൊന്നുള്ള അപമാനങ്ങൾ സഹിക്കേണ്ട പ്രായവുമല്ല വ്യക്തിയുമല്ല ജി സുധാകരൻ. ഇവർക്കറിയാൻ വയ്യാത്തല്ല, അച്യുതാനന്ദനെ എതിർത്തിരുന്നുവെങ്കിലും അച്യുതാനന്ദൻ്റെ പാരമ്പര്യം വഹിക്കുന്ന പതാകവാഹകനാണ് വാസ്തവത്തിൽ ജി സുധാകരൻ. ആ ജി സുധാകരൻ മാന്യനായ ഒരു കമ്മ്യൂണിസ്റ്റാണ് താനെന്ന് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ തിരിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? എന്നോട് ആരും സംസാരിച്ചിട്ടില്ല, ഒരു കോൺഗ്രസ്സുകാരനോട് ഞാൻ പിന്തുണയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല, ഒരു BJP-കാരനോട് ഞാൻ പിന്തുണയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഇദ്ദേഹം നടന്നു ചെന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി തന്നെ BJP-യിലേക്ക് പ്രവേശനം കൊടുക്കുമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ BJP-യിലേക്ക് അദ്ദേഹത്തിനെ പ്രവേശിപ്പിച്ചേനെ. അത് ചെയ്തില്ല. കോൺഗ്രസ്സിലായിരുന്നെങ്കിൽ സോണിയാഗാന്ധി തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചേനെയും. അത്ര പ്രധാനപ്പെട്ട ഒരു നേതാവ്, രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം അതിനൊന്നും പോയില്ല. ഇപ്പോഴും പത്രസമ്മേളനത്തിൽ സത്യസന്ധമായി അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരുടെയും പിന്തുണ ചോദിച്ചിട്ടില്ല, സ്വതന്ത്രനാണ്, കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ BJP-ക്കാരോ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞാൽ അത് ആലോചിച്ച ശേഷം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറയുമ്പോൾ പാർട്ടി സഖാവല്ലാത്ത സ്വതന്ത്രനാണ്. പാർട്ടി കാരനായിട്ട് മത്സരിച്ച പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കും. പാർട്ടിയുടെ ചിഹ്നം എന്തായാലും അദ്ദേഹം കിട്ടില്ല. പാർട്ടിയുടെ പ്രിയപ്പെട്ടവനല്ല അദ്ദേഹം. നമ്മുടെ ബ്രിട്ടാസിനെ പോലെയോ അല്ലെങ്കിൽ വീണ ജോർജിനെ പോലെയോ, പാർട്ടിക്കാരിയല്ലാത്ത പാർട്ടിക്കാരിയായ വീണ ജോർജിനെ പോലെ പ്രിയപ്പെട്ട ആളല്ല ഈ സുധാകരൻ എന്ന് പറയുന്ന ആള്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തള്ളിയിരിക്കുകയാണ്. ജില്ലാ ഘടകം തള്ളി. R. നാസർ ജില്ലാ സെക്രട്ടറി, ഇദ്ദേഹവുമായി ചർച്ചയില്ല എന്ന്, അമേരിക്ക ഇറാനുമായി ചർച്ചയില്ല എന്ന് പറയുന്നത് പോലെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ തനിക്ക് യാതൊരു വിധമായിട്ടുള്ളൊരു വിലയുമില്ലെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം വളരെ ആലോചിച്ച ശേഷമേ കമ്മ്യൂണിസ്റ്റുകാർ തീരുമാനമെടുക്കൂ. വളരെ ആലോചിച്ച ശേഷം എടുത്ത തീരുമാനമാണ് സ്വതന്ത്രനായി മത്സരിക്കുക. അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം അമ്പലപ്പുഴയിൽ പലതവണ മത്സരിച്ചു. ജനങ്ങൾ അദ്ദേഹത്തെ വിജയം കൊണ്ട് ആശ്ലേഷിച്ചു. ഒരിക്കലും തോൽപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. കാരണം ജനങ്ങളുടെ എല്ലാം പിന്തുണ ഈ ശുദ്ധഗതിക്കാരനായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള മന്ത്രിക്കുണ്ട്. ആ പിന്തുണ ആ പാർട്ടിക്കാരൊക്കെ തന്നെ ഈ പ്രാവശ്യവും ജയിപ്പിക്കും. പാർട്ടിയുടെ റാഡിക്കൽ ഫണ്ടമെൻ്റലിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ഭാഗത്തേക്കുള്ള ആ മാറ്റം ഉണ്ടല്ലോ, വ്യതിയാനം, അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത
ഇതിലേക്ക് തിരിഞ്ഞ പാർട്ടിക്കെതിരെ ഉള്ള വോട്ടായിട്ട് അമ്പലപ്പുഴയിൽ തനിക്ക് വോട്ട് ചെയ്യും അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് ബോധ്യം കൊണ്ടാണ് അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ജയിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഇന്ത്യയിൽ പലയിടത്തുമുണ്ട്. സ്വതന്ത്രരായിട്ട് ഇന്ന് സീറ്റ് പിടിച്ചെടുത്ത ആൾക്കാരുണ്ട്. അതിന് സ്വാധീനശേഷിയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പഴയ പടക്കുതിര, ഒരു സംശയവും വേണ്ട. അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ തീർച്ചയായിട്ടും പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലമാണ് അദ്ദേഹം അറിയുന്ന അമ്പലപ്പുഴ മണ്ഡലം. തകഴിയുടെ കുടുംബം കൂടി ഉൾപ്പെടുന്ന ആ പ്രദേശം. ഇടതുപക്ഷ സാഹിത്യകാരനായിരുന്ന തകഴിയുടെ, ഞാൻ പീഠം പുരസ്കാരം നേടിയ തകഴിയുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ്, ആ മണ്ഡലത്തിനുള്ളിൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് അവിടെ ജയിക്കാൻ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഏവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ട്രെയിൻ അപകടം നടന്നു വർഷങ്ങൾക്ക് മുമ്പാണ്. 22 പേരാണ് അവിടെ മരിച്ചത്. അവിടെ അപ്പോൾ ദൂരദർശന് വേണ്ടി ഞാൻ തകഴിയുടെ ഒരു ജന്മദിന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഷൂട്ടിന് പോയതാണ്. ഷൂട്ടിന് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം അവിടെ നടന്നെന്ന് അറിഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഒരൊറ്റ കാറേ ഉള്ളൂ, ഞാൻ ഒരു കാറുമായിട്ട് തിരിച്ച് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അന്ന് ഇന്നത്തെ പോലെ നമുക്ക് സാറ്റലൈറ്റ് കണക്ഷൻ ഒന്നുമില്ല, അപ്ലിങ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുത്തത് അയക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇങ്ങനെയാണ്, ഒരു കാറേ ഉള്ളൂ, തകഴിയുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ മറ്റേ കാറ് തിരുവനന്തപുരത്തേക്ക്, ഇത് ക്യാസറ്റായിട്ടാണ്, ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന ക്യാസറ്റായിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് ക്യാസറ്റ്, അതൊന്ന് അയക്കണം. അന്ന് ഇദ്ദേഹം പാർട്ടിയുടെ ഒരു നേതാവ് മാത്രമല്ല, മന്ത്രിയൊന്നുമല്ല. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കറുത്ത കാറ് കൊടുക്കൂ എന്ന് പറഞ്ഞ് അയച്ചു തന്നു. വലിയ പണമുള്ള ആളൊന്നുമല്ല അദ്ദേഹം. ആ കാറിലാണ് ആ ക്യാസറ്റ്. അന്നത്തെ വാർത്ത 7 മണിക്കാണ് ഇന്നത്തെ വാർത്ത. ആ 7 മണിയുടെ വാർത്തയിൽ ഉൾപ്പെടുത്താൻ പറ്റിയത് ഈ മനുഷ്യൻ്റെ മഹാമനസ്സുകൊണ്ടാണ്. ഈ മനുഷ്യൻ്റെ അപ്പം തന്നെ അദ്ദേഹം അതിന് പരിഹാരം തന്നാണ്. നന്ദിയോടുകൂടി അല്ലാതെ ഓർക്കാൻ പറ്റില്ല. ഇതുപോലെ അദ്ദേഹത്തോടൊരു നന്ദിയുള്ള എത്രയോ പേര് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും വായ്ത്താരികളുമായിട്ട് നടക്കുന്നില്ല. സ്വന്തം സഹോദരനായിട്ടുള്ള ഭുവനേശ്വരനെ പന്തളം കോളേജിലിട്ട് അടിച്ചു കൊല്ലുന്നത് എൻ്റെ കൺമുന്നിൽ വെച്ചാണ്. ഞങ്ങളൊക്കെ കരഞ്ഞു. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹത്തെ പരിചയമുള്ള, അപ്പോൾ USFIയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ എൻ്റെ ഒരു സഹപാഠി ഇങ്ങനെ മരിച്ചു എന്നറിഞ്ഞ് വൈകുന്നേരം യാത്രയായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ജംഗ്ഷനിൽ കൂടിയാണ് പോകുമ്പോൾ അന്ന് പ്രസംഗിച്ചത് സഖാവ് PK കുഞ്ഞച്ചനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരൊക്കെ മറന്നു കാണും. തൊഴിലാളി നേതാവായിട്ടുള്ള PK കുഞ്ഞച്ചൻ, പിന്നാക്ക ജാതി വിഭാഗത്തിൽപ്പെട്ട PK കുഞ്ഞച്ചൻ. അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിലെ ഒരു പഴയ മൈക്കുണ്ടല്ലോ, കോളാമ്പി മൈക്ക്, ആ മൈക്കിൽ കൂടി പറഞ്ഞ ഒരു വാക്ക് ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞത്, സഖാവേ, ഇതുപോലെ എത്രയോ പേർ യാത്ര ചെയ്ത വീതിയിലൂടെയാണ് അങ്ങ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അതായത് പുന്നപ്ര വയലാറിലും അങ്ങനെ കയ്യൂരിലും കരിവള്ളൂരിലുമൊക്കെ എത്ര സഖാക്കൾ മരിച്ചിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി പടവരുതി മരിച്ചവൻ. ആ കൂട്ടത്തിൽ ഒരാളായിട്ട് താങ്കളും പോവുകയാണെന്ന് പറഞ്ഞ PK കുഞ്ഞച്ചൻ്റെ ശബ്ദം ഇപ്പോഴും എൻ്റെ മനസ്സിൽ അലച്ചാർത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മരണം, ഞങ്ങളെപ്പോലും കരയിച്ച ആ മരണത്തിൻ്റെ ദുഃഖവും പേറിക്കൊണ്ടാണ് അദ്ദേഹം പിൽക്കാലം ജീവിച്ചത്. ആ കേസ് നടത്തിയത് വലിയ പണക്കാരനല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആഞ്ഞലി മരം വെട്ടി വിറ്റിട്ടാണ്. ഒരൊറ്റയാളും കൊടുത്തില്ല പിരിവിന്. ബക്കറ്റ് പിരിവിന് ഒന്നും ഇവർ പോയില്ല. രക്തസാക്ഷി ഫണ്ടിന് വേണ്ടിയിട്ട് പോയില്ല. അങ്ങനെയുള്ള അഴിമതി ഉണ്ടായതുമില്ല. പിന്നെ ഈ കേസിൽ എന്താണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായെന്നറിയോ? ഇപ്പോൾ സുധാകരൻ പറയുന്ന കേസ് തള്ളിപ്പോ എന്താ കാര്യമെന്നറിയോ? അതെനിക്ക് ഈ കേസ് ഞാൻ പിന്തുടരുന്നു. അന്നേ ഒന്ന് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കേസിൽ KSUക്കാരാണ് തല്ലിക്കൊന്നത്. KSUക്കാർ തല്ലിക്കൊല്ലുന്നവരെയും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ആ ഖദർ ഷർട്ടിട്ട ആൾക്കാർ തന്നെയാണ് തല്ലിക്കൊന്നത്. KSUക്കാരാണ്. കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത് തെറ്റാണ്. ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഇതിൽ FIR ഇട്ടപ്പോൾ അതിൽ പ്രതി ചേർത്തത് SFIയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന AISFിൻ്റെ നേതാവായിട്ടുള്ള അജയൻ്റെ പേരാണ്. ഈ അജയൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല, അദ്ദേഹം മരിച്ചുപോയി അപകടത്തിൽ. ഇറവുങ്കര ഗോപാലക്കുറുപ്പിൻ്റെ മകനാണ്, CPIയുടെ ഉന്നതനായിട്ടുള്ള നേതാവ്. പിന്നെ എങ്ങനെ ആ കേസ് വാലിഡ് ആവുക? അതായത് പ്രതിയായിട്ട് ചേർത്തത് യഥാർത്ഥ കുറ്റവാളികളെ അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികരായിരുന്ന CPIയുടെ വിഭാഗമായിട്ടുള്ള AISFിൻ്റെ നേതാവിനെയാണ്. അങ്ങനെയാണ് ആ കേസ് തള്ളിപ്പോയത്. അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ അത് തള്ളിക്കളയാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിന് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞിട്ടും കോടതി അങ്ങ് തള്ളിക്കളയുകയായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് KSUക്കാരെല്ലാം ആ സമയത്ത് ഒളിവിലായിരുന്നു, പിടിക്കപ്പെടുമെന്ന് വിചാരിച്ച്. ഈ കേസ് തള്ളിപ്പോയതോടുകൂടി അവരെല്ലാം പുറത്തു വന്നു. കേസ് ദുർബലമാക്കി, അങ്ങനെ തെറ്റായ പ്രതിയെ ചേർത്ത്. അങ്ങനെയാണ് അതിൻ്റെ ചരിത്രമെല്ലാം എനിക്കറിയാം. ആ ദുഃഖവും ഒരു രക്തസാക്ഷി കുടുംബത്തോടുള്ള മര്യാദ CPM കാണിച്ചില്ല. അതിൻ്റെ പകരം വീട്ടൽ അമ്പലപ്പുഴ സീറ്റ് പിടിക്കുക വഴി അദ്ദേഹം ചെയ്യും. അത് വലിയ
യാഥാർത്ഥ്യമാവുകയും ചെയ്യും. കോൺഗ്രസ് മിക്കവാറും പിന്തുണ കൊടുക്കും. ബി ജെ പിയുടെ കാര്യമറിയില്ല. ഇപ്പൊ ബി ജെ പിയുടെ പ്രതിപക്ഷ പിന്തുണ നേതാവ് ഇല്ലാതാണ് അദ്ദേഹത്തിന്. പറഞ്ഞിട്ടുണ്ട്, പിന്തുണയ്ക്കുന്ന കാര്യം ആലോചിച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വളരെ ഒരു ജാഗ്രതയുള്ളൊരു പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പിന്തുണ ചാടിക്കേറി കൊടുക്കുന്നുമില്ല, പക്ഷെ ആലോചിച്ച് ചെയ്യാം എന്നൊരു രീതിയിലൊരു പ്രതികരണം. അവരൊരു ബബ്ബ നയമാണത്. കാരണം എന്താ, പിണറായി വിജയൻ ഈ അടുത്ത തവണ വന്നോട്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് തന്ത്രപരമാണ്. പാർട്ടിയുടെ തന്ത്രം അറിയാം. അത് CPM വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. CPM വോട്ട്. എന്നിട്ട് CPM കാരെന്താ കാണിച്ചത്? ഈ മര്യാദയുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ എതിർത്തത് ഈ ഭുവനേശ്വരന്റെ കരിമുളക്കലിലുള്ള അദ്ദേഹത്തിന്റെ ബലി കൂടത്തിന് മുമ്പിൽ പോയി സുധാകരനെതിരെ മുദ്രാവാക്യം വിളിച്ചു. സ്വന്തം സഹോദരനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്. ഈ സഹോദര ബന്ധം എന്താണെന്നുള്ളത് ഈ പാർട്ടിക്ക് അറിയില്ല. അത്ര കോമൺ സെൻസ് നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായിട്ട് ഇത് മാറിയോ? കഷ്ടം തോന്നുകയാണ്. സ്വന്തം അനിയന്റെ ശവമാടത്തിൽ പോയിട്ട് പ്രതികാരം ചെയ്യുക എന്ന് പറഞ്ഞ് എന്ത് വൃത്തികെട്ട കമ്മ്യൂണിസമാണത്? ഈ ഒരു എന്താ ഇപ്പൊ പറയുന്നത്, സ്വന്തം മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ അനുയായികളുമാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അത് സത്യമാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. സാർ, ഇപ്പോൾ ഇത്രയും പ്രബലനായ നേതാവാണ്, ഒരുപാട് ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെ ആ ഒരു നേതാവാണ്. അത്തരത്തിലുള്ളൊരു നേതാവിനെ എന്തുകൊണ്ടാണ് പാർട്ടി ഇത്രയധികം അവഗണിക്കുന്നത്? അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നുണ്ട് ഓരോ അവഗണനയുടെ പോയിന്റുകൾ. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവഗണന? അതാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും ഇടികൊണ്ട നേതാവ് എന്ന് പറഞ്ഞാൽ ജി സുധാകരൻ തന്നെ. പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇടികൊണ്ടു. അതുപോലെ പിണറായി വിജയന് വേണ്ടി VS പക്ഷത്തിന്റെ ഇടികൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് അദ്ദേഹം. പിണറായി വിജയന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് VS-നെതിരെ ആഞ്ഞടിച്ചു. കാരണം ആലപ്പുഴയുടെ മണ്ഡലം കൂടുതലുള്ളത് VS-ന്റെ പക്ഷക്കാരായിരുന്നു. അവരുടെ എല്ലാം ശത്രുത വരുത്തിക്കൊണ്ട് പിണറായിക്ക് വേണ്ടി ഇദ്ദേഹം സിദ്ധാന്തങ്ങൾ പറഞ്ഞ ആളാണ് അദ്ദേഹം. ഇപ്പോഴും പറയുന്നത് എന്താണ്? MA ബേബി എന്താണ് പറയുന്നത്? അദ്ദേഹം ഞങ്ങളുടെ നിധിയാണ്, അദ്ദേഹം ഞങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കില്ല, അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം കഴിഞ്ഞിട്ടും അദ്ദേഹം അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞങ്ങളെ ഉപദ്രവിക്കുകയില്ല. അതേസമയം അവിടെ സജി ചെറിയാൻ, അതുപോലെ R നാസർ, അതുപോലെ ഇളമരൻ കരീം, ഇങ്ങനെയുള്ള നേതാക്കളെല്ലാം ചീത്ത വിളിച്ചു തുടങ്ങി ഈ മനുഷ്യൻ. തങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഇന്നലെ വരെ തങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്തായിരുന്ന ആ മനുഷ്യനെ, പാർട്ടിയുടെ താങ്ങായും തണലായും ഇരുന്ന ആ മനുഷ്യനെ തെറി പിടിച്ചു ഉണക്കുന്ന കൃതജ്ഞത ആ പാർട്ടിയെ ഇപ്പോൾ, അത് കൃതജ്ഞതയുടെ ഭൂതം, നന്ദികേടിന്റെ ഭൂതം ആ പാർട്ടിയെ ഇപ്പോൾ ആവേശിച്ചിരിക്കുന്ന ഒരു കാഴ്ചയും വളരെ സങ്കടത്തോടു കൂടി നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ എം എം മണിയെ ഷൂ എന്ന് വിളിച്ചു, തിരിച്ചടിച്ചു. സുധാകരൻ ഇപ്പോഴും ഒരു അംഗത്തിനുള്ള ബാല്യമുണ്ട്. ഇടുക്കിയിലെ ഷൂ, അയാൾ എന്തിനാ ഇടുക്കിയിലെ കാര്യം നോക്കിയാൽ പോരെ? അയാൾ അവിടെ ഇരിക്കുമ്പോഴാണല്ലോ അവിടെ നിന്ന് പാർട്ടി വിട്ടിട്ട് BJP-യിലെ ഒരാൾ ചേക്കേറിയത്. ഇങ്ങനെയൊക്കെ ഉള്ളവരിയ്ക്കുമ്പോൾ പിന്നെ എങ്ങനെയാ പാർട്ടിയിൽ നിന്ന് മാറാതിരിക്കുന്നു? എന്നിട്ട് ഈ സജി ചെറിയാനെ വന്ന് ചീത്ത വിളിച്ചായിട്ട് എന്തോ ഒരു ചടങ്ങിന് വന്നില്ലെന്നും പറഞ്ഞു. അതും K. സുധാകരൻ എങ്ങനെയാണോ പണ്ട് VD സജ്ജനെ പറഞ്ഞ ആ ഭാഷ ഞാനിവിടെ ആവർത്തിക്കുന്നു. അതും പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ വെറും നേതാക്കളല്ല, വളരെ ശക്തരായ നേതാക്കളാണ് പാർട്ടിയെ വിട്ടു പോകുന്നത്. ഇപ്പോൾ ജി സുധാകരൻ, PK ശശി, അങ്ങനെ വളരെ ശക്തരായ നേതാക്കൾ പാർട്ടിയെ വിട്ടു പോകുന്നു. അപ്പോൾ അത് വലിയൊരു തിരിച്ചടിയായി മാറില്ലേ CPM-ന്? 3 പഴയ MLA-മാര്, അതിൽ ഒരാളും മന്ത്രി, അവരൊക്കെയാണ് ഇപ്പോൾ വിട്ടുപോയി. ഒരിക്കലും CPM-ൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. പാർട്ടിക്ക് MN വിജയൻ പറയുന്നത് പോലെ പാർട്ടി അവിടെ നിലനിൽക്കും, പക്ഷേ ആളുകൾ ഉണ്ടാവില്ല എന്നൊരവസ്ഥയിലേക്ക് പാർട്ടി പോവുകയാണ്. മരുമകനിസം, ഇപ്പൊ CPM എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മരുമകനിസം എന്നായിട്ട് മാറിയിട്ടുണ്ടോ എന്നും, അല്ലെങ്കിൽ CPI-യിലെ ആ P തന്നെ പിണറായി വിജയന് വേണ്ടി നിൽക്കുന്നു എന്നും നമ്മൾ സംശയിച്ചു പോകുന്ന ഒരു അന്തരാള ഘട്ടത്തിലൂടെയാണ് പാർട്ടിയും നമ്മളും കടന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകും, ഒരു ഭരണമാറ്റം ഉണ്ടാകും. എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ ഈ നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ? ഭരണമാറ്റം ഉണ്ടാകും. സർവേകളെല്ലാം കാണിക്കുന്നത് CPM-ന്റെ ഒരു മുന്നേറ്റമാണ് ഇപ്പോഴും കാണിക്കുന്നത്. കൊട്ടാരക്കര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പോലും CPM-ന് ഒരു മുന്നേറ്റം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. വട്ടിയൂർക്കാവിൽ വരെ ആ മുന്നേറ്റമാണ് കാണിക്കുന്നത് സർവേ. അപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, കടുത്ത മത്സരമായിരിക്കും. പാലക്കാട് ഇപ്പോൾ BJP അത് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തെക്കു നിന്നാണ് പണ്ട് കണക്ക് കൂട്ടിയത്. ഇപ്പൊ വടക്കു നിന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ പാലക്കാട്, കാസർഗോഡ് ഈ മണ്ഡലങ്ങളാണ് ഇപ്പൊ BJP-ക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്. അതുപോലെ പാല, മധ്യ കേരളത്തിലെ പാല. അപ്പൊ തെക്കോട്ട് വരുമ്പോൾ BJP-ക്കെതിരെ ഒരു പ്രതികാര വിജയം CPM നേടുമോ എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ഈ സർവേകൾ നോക്കുമ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു.
സർവേ ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ പക്ഷെ ടോട്ടൽ പറയുന്നത് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസായാലും ഇത്തരത്തിൽ ഇതൊക്കെ വലിയ തിരിച്ചടിയാകും പാർട്ടിക്ക് എന്നൊരു വിലയിരുത്തലുണ്ട് നിലവിൽ. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവർ പല തന്ത്രങ്ങളും. ഇപ്പൊ ഇന്ന് ചർച്ച ചെയ്യുകയാണ് 5 ദിവസം സർക്കാർ ജീവനക്കാരുടെ ദിവസം 5. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ അവധി അല്ലാതെ തന്നെ കിട്ടുന്നുണ്ട്. അതിന് പുറമെ 5 ദിവസവും കൂടെ ആക്കി കഴിഞ്ഞാൽ ഉഴപ്പാനും പൊതുജനങ്ങളുടെ പരാതികൾ കേൾക്കാതിരിക്കാനും ഉള്ള സമയം ഇഷ്ടം പോലെ കിട്ടുകയാണ്. പരിഹാരങ്ങൾ ജനങ്ങളെ അവഗണിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാർ, പിന്നെ അവർക്ക് പുതിയ ശമ്പള സ്കെയിൽ വരാൻ പോകുന്നു, കമ്മീഷനെ വിളിച്ചിരിക്കുന്നു. പിന്നെ JB കോശി കമ്മീഷൻ നടപ്പാക്കിയിരിക്കുന്നു ക്രിസ്ത്യാനികളുടെ മനസ്സ് കീഴടക്കാൻ. അതുപോലെ തന്നെ ക്ഷാമബത്ത മുഴുവൻ ഗഡുക്കളായിട്ട് കൊടുത്തു തീർക്കുന്നു. പിന്നെ ഒരുപാട് ഉദ്ഘാടനങ്ങൾ ഇപ്പോൾ നമ്മൾ നടക്കുന്നുണ്ടല്ലേ, അതെല്ലാം തെരഞ്ഞെടുപ്പ് കാല ഉദ്ഘാടനങ്ങൾ ഗംഭീരത ഇപ്പോൾ പേര് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഉദ്ഘാടനങ്ങളുടെ ഒരു കോലാഹലം തന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ മരുമകനും അമ്മായിയപ്പനും കൂടെ അവിടെ കണ്ടില്ലേ ദേശീയപാതയുടെ ഉദ്ഘാടനം എന്നും പറഞ്ഞാൽ അതിലൂടെ കോമാളി ഘോഷയാത്ര നടത്തുന്നത്. നാണമല്ലേ ഇയാൾക്ക് പറയാൻ? എന്നെ മുഖ്യമന്ത്രിയെ വിളിച്ചതാണ് പ്രധാനമന്ത്രി വന്ന ചടങ്ങിൽ. തന്റെ മരുമോനെ വിളിച്ചില്ല, മരുമോനെയും കൂടെ വിളിക്കണമെന്ന്. അയാളെന്താ ദേശീയപാതയ്ക്ക് ചെയ്ത്? മുഖ്യമന്ത്രി തലവെടുത്തു കൊടുത്തു. എന്താ റിയാസ് ചെയ്തത്? ഒരുതരം മരുമകനിസം അല്ലേ അത്? മരുമകനെ ഉയർത്തി ഒന്നാക്കി ഇനി അടുത്ത തന്റെ പിൻഗാമിയാക്കുക. ഇപ്പോൾ നോർത്ത് കൊറിയയിലെ കിം ഉൽ സുങ് ചെയ്തതുപോലെ തന്റെ പിൻഗാമി. ഇപ്പൊ 13 വയസ്സുള്ള മകളെയാണ് അടുത്ത നോർത്ത് കൊറിയ എന്ന് പറയുന്ന ആ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്നത്. പാർട്ടി യോഗങ്ങളിലായി 13 വയസ്സുകാരിയെ പങ്കെടുപ്പിച്ചുകൊണ്ടിരിക്കുക. അത്തരം ഒരു വൃത്തികെട്ട സാഹചര്യത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുമ്പോഴും ഈ വിവരമുള്ള സഖാക്കൾ പോലും മൗനം അവലംബിച്ച് പേടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഭീരുക്കളുടെ ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ ഭീരുവല്ലാത്ത ഒരു നേതാവാണ് സുധാകരൻ എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ PR എക്സസൈസ് എല്ലാ മാനദണ്ഡങ്ങളും കടന്നുകൊണ്ടോ പത്രത്തിന്റെ 1-ാം പേജിൽ ഡിസ്ഇൻഫോം ചെയ്യുക, അതൊരു കുറ്റമാണ്. ഡിസ്ഇൻഫോം ചെയ്യുന്ന വാർത്തകളായിട്ട് മാറിയിരിക്കുന്നത്. എന്നിട്ട് അവസാനം ചെറിയ അക്ഷരത്തിൽ പരസ്യം. പത്രത്തിന്റെ മാസ്റ്റ് ഹെഡിനടിയിൽ പരസ്യമെന്നുള്ള യാതൊരു വിധമായിട്ട് അറിയിപ്പും കൊടുക്കാതെ വ്യാജ വാർത്തകൾ എഴുതി വിട്ടുപോലും ഏത് വിധത്തിലും ഈ ഭരണം പിടിക്കണം എന്നുള്ളൊരു വിചാരത്തോടു കൂടിയാണ് പിണറായി വിജയൻ. ഈ പ്രാവശ്യം തുടർച്ച വേണം. തുടർച്ച ഉണ്ടായില്ലെങ്കിൽ തൻ്റെ അഴിമതികൾ പുറത്താവും എന്നുള്ള പേടി കൊണ്ടായിരിക്കാം പബ്ലിക് റിലേഷൻസ് വകുപ്പിനെ, അത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിനെ അവർ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പരുവത്തിലേക്ക് അദ്ദേഹം എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിലേ പറ്റുമല്ലോ, നിങ്ങളുടെ പെൻഷൻ നിങ്ങൾ ഒറ്റയാളും പെൻഷൻ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞു. നല്ല കാര്യമാണ്. പ്രൊഫഷണലായിട്ട് ചെയ്യണം. രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളായിട്ടല്ല PRD വർക്ക് ചെയ്യേണ്ടത്. ഇതൊക്കെ ആരാ ഇതിന്റെ ചുമതല നോക്കുന്ന? ഒരു സെക്രട്ടറി ഉണ്ടാവുമല്ലോ അവിടെ. അയാൾ എന്താ ചെയ്യുന്നത്? രാഷ്ട്രീയത്തിന് അതീതമായി ഭീതിയോ പ്രീതിയോ കൂടാതെ കൃത്യങ്ങൾ നിർവഹിക്കേണ്ട ആളാണ് IAS ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. ഗവൺമെന്റുകൾ മാറി മാറി വരും, പക്ഷേ അവരുടെ രീതി ഒന്നു തന്നെയാണ്. ഒരു പാർട്ടിയെ സഹായിക്കാൻ വേണ്ടിയുള്ളതായിരിക്കരുത്. തെറ്റാണ്, തികച്ചും തെറ്റായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനും ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്നുള്ളതാണ് നമ്മുടെ ദയനീയമായിട്ടുള്ള അവസ്ഥ. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് G സുധാകരൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പാർട്ടിയിൽ നിന്ന് അകലുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും എന്ന് തന്നെ ഒരു നിഗമനത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം നന്ദി ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന്.